മഹാദേവ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പൂജിച്ച താലി പൂജാരി മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കണ്ണടച്ച് കൈകൂപ്പി ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോഴും ചിപ്പിയുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഏറെ ആഗ്രഹിച്ച നിമിഷമാണ്. സന്തോഷമാണ്, അതുപോലെ സങ്കടവും. മഹേഷ് അവളുടെ കഴുത്തിലേക്ക് കൈ ചേർത്ത് ചരട് 3 വട്ടം മുറുക്കി കെട്ടി. ഒരിക്കലും ഈ കെട്ടഴിയരുത് എന്ന ആഗ്രഹത്തോടെ, ആത്മവിശ്വാസത്തോടെ. മഞ്ഞച്ചരടിൽ കൊരുത്ത ആലിലത്താടി അവളുടെ മാറിൽ കിടന്നൊന്നാടി. ചിന്മയുടെ മിഴിയിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരൊഴുകി കയ്യിലേക്ക് വീണു. ആ നടയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ മറ്റുള്ളവർ നിൽക്കെ അവൻ ആ പെണ്ണിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. സന്ദീപും അഞ്ജുവും മഹേഷിൻ്റെ കൂട്ടുകാരനും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. താലത്തിൽ നിന്നും കുങ്കുമച്ചെപ്പെടുത്ത് കടും ചുവപ്പ് നിറത്തിലുള്ള സിന്ദൂരം അവളുടെ സീമന്തരേഖയിൽ അവൻ നീട്ടി വരച്ചു കൊടുത്തു. ഇരുവരും ഒരുപാട് നേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. മഹേഷ് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് നടയ്ക്ക് മുന്നിൽ നിന്നും മാറി ആൽമരത്തിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. പുറകെ തന്നെ സന്ദീപും. ഒന്ന് ശ്വാസം എടുക്കുന്നതിന് മുന്നേ തന്നെ മീനയുടെ കോള് മഹേഷിനെ തേടിയെത്തിയിരുന്നു. സ്ക്രീനിൽ കാണുന്ന പേര് കണ്ട് മഹേഷ് ഒന്ന് സംശയിച്ചുകൊണ്ടാണ് കോൾ എടുത്തത്. ചിന്മയെപ്പോലെ തന്നെ മറ്റു മൂവരും അവന് ശ്രദ്ധ കൊടുത്തു, എന്താ പറയുന്നതെന്നറിയാൻ. ഏട്ടൻ എവിടെയാ? ഹലോ പോലും പറയാതെ മറുതലക്കിൽ നിന്നും കുറച്ച് കടുപ്പത്തിൽ തന്നെ ചോദ്യം വന്നു. മഹേഷിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. എന്താ കാര്യം? അപ്പുറത്തെ സുധാന്തി വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പോയത്. അമ്മയെ പറയാനൊന്നും വെച്ചിട്ടില്ല. ഏട്ടൻ അവരുടെ സഹോദരൻ്റെ മോളെ വിളിച്ചിറക്കി കൊണ്ടുപോയി നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളമായിരുന്നു. ഇതെന്തൊക്കെയാ ഏട്ടാ? ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അമ്മ ആകെ ദേഷ്യത്തിലാ. എത്രയും വേഗം ഏട്ടനോട് ഇവിടേക്ക് വരാൻ പറഞ്ഞിരിക്കുക. ഒറ്റ ശ്വാസത്തിൽ തന്നെ മീനു കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. മഹേഷ് ഒക്കെ കേട്ടിട്ടും പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലായിരുന്നു അവനിൽ. നീ വെച്ചോ, ഞാൻ വിളിക്കാം. കൂടുതലൊന്നും സംസാരിക്കാതെ മഹേഷ് അതിനകം കോൾ അവസാനിപ്പിച്ചു. എന്താ മഹേഷിട്ട കാര്യം? ആരാ വിളിച്ചേ? അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഒരല്പം പേടിയോടെ ചിപ്പി ചോദിച്ചു. അതേ ചോദ്യം തന്നെ കൂടെ നിന്നവരും ആവർത്തിച്ചു. മീനുവാ വിളിച്ചത്. കാര്യം അവിടെ എല്ലാവരും അറിഞ്ഞു. എങ്ങനെ? സന്ദീപിൻ്റെ പുരുകം ചുളിഞ്ഞു. ഇവളുടെ അപ്പച്ചി ഒരാളുണ്ടല്ലോ നമ്മളുടെ വീടിനോട് ചേർന്ന്, അവർ വീട്ടിൽ ചെന്ന് പറഞ്ഞു. കുറേ ബഹളം വെച്ചിട്ടാണ് പോയത്. മഹേഷ് നിസ്സാരമട്ടിൽ പറഞ്ഞപ്പോഴും ചിന്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടുടനെ അഞ്ജു വന്നവളെ ചേർത്ത് പിടിച്ചു. കൊച്ചു കരയണ്ട, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ, എന്തായാലും അവരറിയണം. ഇതിപ്പം നമുക്ക് ലാഭമായി. എങ്ങനെ അവിടെ കാര്യം പറയുമെന്നോർത്തിരിക്കുമായിരുന്നു ഞാൻ. സന്ദീപ് ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു. കുറച്ച് നാൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒക്കെ ഒന്ന് ആറി തണുക്കാൻ സമയമെടുക്കും. ഇത്രയും ദിവസം ധൈര്യത്തോടെ നിന്നിട്ട് ഇന്ന് നീ തന്നെ കരഞ്ഞു കൂവി ഇരിക്കുവാണോ? മഹേഷ് ഒരു കളിയോടെയും അതിൽ കൂടുതൽ കാര്യമായും പറഞ്ഞിട്ടും ചിപ്പിയുടെ മുഖം തെളിഞ്ഞില്ല. ഞാൻ ആദ്യം അങ്ങോട്ടേക്ക് ചെല്ലാം, മായയോടും കാര്യങ്ങൾ പറയാം. അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ അമ്മയോടും അച്ഛനോടും പറയാം. അളിയനപ്പം ചിപ്പിയേയും കൊണ്ട് വന്നാൽ മതി. മഹേഷിനും അതാണ് നല്ലതെന്ന് തോന്നി. ഇപ്പോഴത്തെ ദേഷ്യത്തിന് ചെന്ന് കയറുമ്പോൾ തന്നെ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആ കൊച്ചിന് താങ്ങില്ല. അല്ലെങ്കിൽ തന്നെ നെഞ്ചു പൊടിഞ്ഞ് നിൽക്കുവാണത്. മഹേഷ് ഓർത്തു. പറഞ്ഞത് പ്രകാരം ആദ്യം സന്ദീപ് തന്നെയാണ് വീട്ടിലേക്ക് പോയത്. മായയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടില്ലായിരുന്നു. ആദ്യമൊന്ന് അമ്പരന്ന് പോയെങ്കിലും പിന്നീട് വലിയ എതിർപ്പ് കാട്ടിയില്ല. കടമ്പ അമ്മയോട് പറയുന്നതിലായിരുന്നു. എത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും ആയമ്മയ്ക്ക് അത് ഒട്ടും അംഗീകരിക്കാനായില്ല. മീനുവിനും അച്ഛന് വലിയ എതിർപ്പൊന്നുമില്ലായിരുന്നു. മഹേഷിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് തന്നെയായിരുന്നു അയാൾക്കും. എത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മയ്ക്ക് അംഗീകരിക്കാൻ വയ്യായിരുന്നു. അവർക്കതൊന്നും സമ്മതിച്ചു കൊടുക്കാനും വയ്യ. ഈ പടി ചവിട്ടാൻ സമ്മതിക്കില്ല എന്ന് ശാഠ്യം പിടിച്ചൊരു ഇരിപ്പായിരുന്നു. സന്ദീപിന് ദേഷ്യം തോന്നി തുടങ്ങി. അതിനൊത്ത് അവൻ മായയെ കണ്ണു കൂർപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അമ്മേ, എന്തായാലും ആ കൊച്ചിപ്പം മഹേഷിൻ്റെ ഭാര്യ. അവൻ അതിനെയും കൊണ്ട് ഇവിടേക്കല്ലാണ്ട് പിന്നെ എവിടെ പോകാനാ? അത് നല്ലൊരു കൊച്ചാ, നല്ലൊരു കുടുംബത്തിലേത്. അമ്മ വാശി കാണിക്കാതെ. ഏത് നല്ല കുടുംബത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ? ഒരുത്തൻ ചെന്ന് വിളിച്ചപ്പോൾ വീട്ടുകാരൻ വിട്ട് ഇറങ്ങിപ്പോയതല്ലേ. അങ്ങനെയുള്ളതിനൊക്കെ എങ്ങനെ വിശ്വസിക്കും? അവർ പുരികം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. മഹേഷിന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ അത് ഇറങ്ങി വന്നത്. അമ്മ ഇനി എതിർപ്പൊന്നും കാണിക്കരുത്. അതൊരു പാവാ. അവനിപ്പോൾ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. അമ്മ അതിനെ സ്വീകരിക്കണം. അതും ഇതും പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഞാനൊന്നിനും വരുന്നില്ല ആരുടെ അടുത്ത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ കാണിക്കും. ചവിട്ടിത്തുള്ളി ആ അമ്മ അകത്തേക്ക് പോയപ്പോൾ സന്ദീപ് മായയെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു. ചിന്മയുടെ വീടിപ്പോൾ ഒരു മരണ വീടിന് തുല്യമാണ്. ജീവനോടെയുള്ള മകൾ നഷ്ടമായ അച്ഛൻ്റെയും അമ്മയുടെയും വേദന നിറഞ്ഞ ഇടമാണവിടെ. കണ്ണീര് നിറഞ്ഞൊരു കായലാണ്. ചിപ്പിയുടെ അമ്മ ഒരു മുറിയിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. അച്ഛൻ ഹാളിലും. വിവരമറിഞ്ഞ് കോട്ടയത്തു നിന്നും രാമചന്ദ്രനും ശിവജയും ഒക്കെ വന്നു. അതുപോലെ സുധയും ദർശനയും ഒക്കെ. എല്ലാവർക്കും സങ്കടമാണ്. ഇങ്ങനെയൊന്നും അവളുടെ ഭാഗത്ത് നിന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. തകർത്ത് കളഞ്ഞു ആ പെണ്ണ്. എങ്കിലും മനസ്സറിഞ്ഞിതുവരെയും അവളെ അവർ ശപിച്ചിട്ടില്ല.
അതാണ് മാതൃവൃത സ്നേഹം. സുധയും ശിവജയും ഒക്കെ ചിപ്പിയുടെ അമ്മയ്ക്കരികിൽ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പുറത്തെ ഹാളിൽ ആണുങ്ങളും. ചന്തു അറിഞ്ഞോ? ദർശനയുടെ ഭർത്താവാണത് ചോദിച്ചത്. മറുപടിയായി അയാളൊന്ന് മൂളി. ചന്തു എമർജൻസി ലീവ് എടുത്ത് വരാമെന്ന് പറഞ്ഞു. അവൻ ആകെ ദേഷ്യത്തിലാണ്. അവനെ കൊല്ലു എന്നൊക്കെയാണ് പറയുന്നത്. കൊന്നിട്ടോ? ഇവൻ പോയി ജയിലിൽ കിടക്കാനോ? അളിയൻ അവനോട് ചുമ്മാതിരിക്കാൻ പറയും. ഇപ്പം വന്നിട്ട് എന്ത് ചെയ്യാനാ? അവൻ പറയുന്നത് കേസ് കൊടുക്കാമെന്നാ. കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അവർ ലീഗലി മാരീഡ് ആണെന്നല്ലേ പറഞ്ഞത്. പിന്നെ നമ്മൾ കേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ? അല്ലെങ്കിലും എന്താ കൊടുക്കുന്നത്? അവൾക്ക് അവനെ മതിയെന്നും പറഞ്ഞല്ലേ നിൽക്കുന്നത്. അവളുടെ വാക്കിനെ അവിടെ മുൻഗണന കിട്ടൂ. ആരുടെ കൂടെ പോകണമെന്ന് ചോദിച്ചാൽ എന്തായാലും അവൾ മഹേഷിനൊപ്പം പോകണമെന്നേ പറയൂ. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ഞങ്ങൾ ഏത് ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണോ ദൈവം തന്നത്? നിറകണ്ണുകൾ മറച്ചുകൊണ്ട് ആ അച്ഛൻ പോകുമ്പോൾ രാമചന്ദ്രനെ പോലെ അഖിലും വേദനയോടെ അയാളെ നോക്കി. മഹേഷിന് പുറകെ പേടിച്ചാണ് ചിപ്പി നടന്നു ചെന്നത്. അഞ്ചു ഒന്നും ഒപ്പമില്ലായിരുന്നു. അതിൻ്റെ പേടി അവളിൽ അധികമായിരുന്നു. ആകെയുള്ളൊരു ധൈര്യം മഹേഷേട്ടൻ മാത്രമാണ്. അയാളോടുള്ള വിശ്വാസമാണ്. വീടിന് മുന്നിലെത്തിയപ്പോൾ തന്നെ ചിന്മയുടെ കണ്ണുകൾ പോയത് അടുത്തു കാണുന്ന അവളുടെ അപ്പച്ചിയുടെ വീട്ടിലേക്കാണ്. മുന്നിലെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കാണെ ഒരാശ്വാസം തോന്നി. ഇതിനോടകം എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. വീട്ടിലേക്ക് പോയതാകുമെന്ന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ആദ്യമൊന്നും അടുക്കില്ല. എന്തും തുറന്നു പറയുന്ന ഒരു പ്രകൃതമാണ്. വായിൽ നിന്നും ചിലപ്പോൾ എന്തേലുമൊക്കെ വീണു പോകും. അതോർത്ത് കണ്ണ് നിറയ്ക്കരുത്. ഞാനിവിടല്ലേ. എന്ത് വന്നാലും ഒപ്പം ഉണ്ടാവും കേട്ടോ. വേലി കടന്നുള്ളിലേക്ക് കാല് വയ്ക്കും വഴി മഹേഷ് ചിപ്പിയോട് പതിയെ പറഞ്ഞു കൊടുത്തു. അമ്മയ്ക്കെന്നെ ഇഷ്ടമാകില്ലേ മഹേഷേട്ടാ? എനിക്കിഷ്ടമായില്ലേ? നീ അത് നോക്കിയാൽ മതി. വാതിൽപ്പടിക്ക് മുന്നിൽ ഇരുവരും പതിയെ നിന്നു. അകത്തു നിന്നും ആദ്യം സന്ദീപ് ഇറങ്ങി വന്ന് മഹേഷിനെ നോക്കി ഒരു തംസപ്പ് കാണിച്ചു. മഹേഷ് വന്ന ചിരിയൊന്ന് അടക്കി നിർത്തി. അവന് പുറകെ തന്നെ വിളക്കുമായി മായയും മീനുവും കൂടി ഇറങ്ങി. ചിപ്പിക്ക് അവരെ തല ഉയർത്തി നോക്കാനോ ചിരിക്കാനോ ഒന്നുമായില്ല. അവർക്കൊക്കെ തന്നോടുള്ള പെരുമാറ്റം ഏത് രീതിയിലാണെന്ന് ഓർക്കും തോറും ഒരു ടെൻഷൻ. വാങ്ങിച്ചു ചിന്മയ? സന്ദീപ് ചിരിയോടെ പറഞ്ഞപ്പോൾ ചിപ്പി ആദ്യം നോക്കിയത് മഹേഷിനെയാണ്. കണ്ണടച്ചുകൊണ്ട് വാങ്ങുന്ന പോലെ പറഞ്ഞപ്പോഴാണ് ചിപ്പി തല താഴ്ത്തി മായയുടെ കയ്യിൽ നിന്നും ആ വിളക്ക് വാങ്ങിയത്. ഈശ്വര, ഇവിടെയുള്ളവരിൽ ഒരാളായി സന്തോഷത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണേ. ഞാൻ കാരണം ഇവിടെ ആർക്കൊരു ദോഷവും വരരുതേ. ചിപ്പി മനസ്സ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു. വലതുകാല് വെച്ച് കയറി. മായ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ചിന്മയെ അതുപോലെ കാലെടുത്ത് വെച്ച് ആ വീട്ടിലേക്ക് കയറി. പുറത്തെ കാഴ്ചയൊക്കെ കണ്ണ് ചിമ്മാതെ ആയമ്മ അടുക്കളയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അഭിമാനം അവരെ പിൻവലിച്ചു. അങ്ങനെ പ്രശ്നങ്ങൾക്കൊടുവിൽ ചിന്മയ മഹേഷിൻ്റെ കൈ പിടിച്ച ആ വീടിൻ്റെ മരുമകളായി അവൻ്റെ തലയ്ക്ക് അവകാശിയായി വലതുകാല് വെച്ച് കയറി. നിലവിളക്കുമായി ഉള്ളിൽ കടന്ന് അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. കുഞ്ഞൊരു ഹാൾ. ഇറയത്ത് തന്നെ ഒരു കുഞ്ഞു കട്ടിൽ കിടപ്പുണ്ട്. ആ കിടക്കയിൽ പ്രായമായൊരു നേർത്തൊരു മെല്ലിച്ച രൂപം. അതാരാണെന്ന് മനസ്സിലാക്കാൻ അവൾക്കധികം ടൈം വേണ്ടി വന്നില്ല. മഹേഷേട്ടൻ പറയാറുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ. ചിന്മയുടെ കണ്ണുകൾ ഹാളും കടന്ന് അടുക്കളയിലേക്ക് പാഞ്ഞു. ഉള്ളിലേക്ക് പൊടുന്നനെ ഒരു തല ഉൾവലിഞ്ഞത് അവൾ കണ്ടിരുന്നു. ചിപ്പിക്ക് വിഷമവും ചിരിയും ഒരുപോലെ തോന്നി. വിളക്കവിടെ വെച്ചോ? കുഞ്ഞൊരു ടേബിളിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞപ്പോൾ ചിപ്പി ഒന്ന് തലയാട്ടി അതനുസരിച്ചു. ഇനി എന്ത് എന്നുള്ള ചോദ്യം വീണ്ടും ബാക്കിയായി. ചിപ്പി മഹേഷിനടുത്തേക്ക് പതുങ്ങി. അച്ഛൻ കിടപ്പിലും അവളെ ഒന്ന് നോക്കി. ചിരിച്ചില്ലെങ്കിലും അയാൾക്ക് ആ പെണ്ണിനോട് ദേഷ്യമൊന്നും തോന്നിയില്ല. കുടിക്കാൻ എടുക്കുമായേ. ആ കൊച്ചൊരു നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായി? സന്ദീപ് മായയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയപ്പോൾ തന്നെ തലയാട്ടിക്കൊണ്ട് അവൾ അകത്തേക്ക് വലിഞ്ഞിരുന്നു. പുറകെ തന്നെ മീനുവും. ചിപ്പി മഹേഷിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി വേദനയോടെ. അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ലെന്ന പോലെ അവനൊന്ന് കണ്ണ് ചിമ്മിക്കാണിച്ചിരുന്നു. അളിയനെങ്കിൽ ചിന്മയും കൊണ്ട് മുറിയിലേക്ക് ചെല്ലും. സന്ദീപ് ഒന്ന് ചിരിച്ചു. മഹേഷ് ചിപ്പിയെ ചേർത്ത് പിടിച്ച് അവൻ്റെ കുഞ്ഞു മുറിയിലേക്ക് നടന്നു. ഒതുക്കമുള്ള കുഞ്ഞൊരു മുറി. 2 പേർക്ക് മാത്രം ചേർന്ന് കിടക്കാൻ ഒരു കുഞ്ഞു കിടക്കയും ഒരു മേശയും പിന്നെ ഒരു പ്ലാസ്റ്റിക് ചെയറും ഒക്കെ കിടപ്പുണ്ട്. ചെറുതെങ്കിലും വൃത്തിയുള്ളൊരു മുറി. ഇതാണോ മഹേഷേട്ടൻ്റെ മുറി? കരഞ്ഞു തളർന്നൊരു ശബ്ദം. മഹേഷ് അവളെ തന്നെ നോക്കി. ഇനി എൻ്റെ അല്ല, നമ്മുടെ. ചിപ്പിയുടെ ബാഗ് ആ പ്ലാസ്റ്റിക് ചെയറിലേക്ക് വെച്ചുകൊണ്ട് അവനൊന്ന് കണ്ണ് ചിമ്മിച്ചിരിച്ചു. ഇവിടെ വന്നിരിക്കെ. കിടക്കയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോഴാണ് ചിന്മയ ഒന്നിരുന്നത്. എടുത്തുചാട്ടായോ? മഹേഷിനൊരു തോന്നൽ. ചിന്മയ മിണ്ടിയില്ല. കൃത്യമായൊരുത്തരം ഇപ്പോളില്ല. കരയരുതെന്ന് ഞാൻ പറയില്ല. വേദന ഉണ്ടാകും, വിഷമം കാണും. പക്ഷെ എത്ര നാളിങ്ങനെ കരഞ്ഞ് ജീവിക്കും? സന്തോഷത്തോടെ ജീവിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അച്ഛനും അമ്മയും അവരെങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാലോ.
ഒരു ദിവസം അവരുടെ വിഷമമൊക്കെ മാറും. നമ്മൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നും. അതുവരെ കാത്തിരിക്കാം. മഹേഷ് അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചു. ചിന്മയ അവൻ്റെ വാക്കിൽ ആശ്വാസം കണ്ടെത്തി മാറിൽ പതുങ്ങി. കുടിക്കാൻ ഒരു ട്രേയിൽ ജ്യൂസുമായിട്ട് കയറി വന്ന മീനുവിനെ പെട്ടെന്ന് പറയാൻ വന്നത് വിഴുങ്ങി. അവളെ കണ്ടുടനെ ചിപ്പി മഹേഷിൽ നിന്നും അകന്നു മാറി. ഏട്ടനെ അമ്മ വിളിക്കുന്നുണ്ട്. ഇരുവർക്കും ഓരോ ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കൊടുത്തുകൊണ്ട് മീനു പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് പുറകെ തന്നെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷും. ചിന്മയ്ക്ക് അത്ര നേരം കൊണ്ട് തന്നെ ഒറ്റപ്പെടൽ തോന്നി. ഇത്രയും നേരം മഹേഷ് ഉണ്ടായിരുന്നത് കൊണ്ട് അതറിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ അവൾ ആ മുറിയിലൂടെ നടന്നു. പുറത്ത് മായയും സന്ദീപും കുഞ്ഞും മീനുവുമായി കാര്യത്തിലുള്ള സംസാരത്തിലാണ്. അവർ പോലും ചിന്മയെ ആ നേരം കൂടെ കൂട്ടിയില്ല. മഹേഷ് അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കടുപ്പിച്ച മുഖവുമായി അവർ കിടക്കയിൽ ഇരിപ്പുണ്ടായിരുന്നു. അമ്മ എന്താ വിളിച്ചേ? മഹേഷ് അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ശബ്ദം കേട്ടപ്പോൾ തന്നെ അവരുടെ മുഖം അവന് നേരെ തിരിഞ്ഞു. ആ ശക്തിയേറിയ നോട്ടത്തിൽ മഹേഷ് ഒന്ന് പകച്ചിരുന്നു. എങ്കിലും പേടി തോന്നിയില്ല. കല്യാണം കഴിഞ്ഞ് എത്തിയോ അമ്മയുടെ പുന്നാരമോൻ? അമ്മയുടെ ചിറി കോടി. അവൻ മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല. നാണം ഉണ്ടോടാ നിനക്ക്? ഒരുത്തിയെ പോയി വിളിച്ചോണ്ട് വരാൻ. ഥു, നീ എന്തിനാണ് ഈ ചതി ചെയ്തേ? നിനക്ക് താഴെ ഒരു പെങ്കൊച്ചുള്ളത് നീ മറന്നോ? ഞാൻ ചെയ്തതിൽ അമ്മ കണ്ട തെറ്റെന്താ? ഞാൻ സ്നേഹിച്ച കുട്ടിയെ ഞാൻ കൊണ്ടുവന്നു. അതിനിപ്പോൾ എന്താ? ഇതത്ര പുതുമയുള്ള കാര്യമാണോ? നിനക്ക് നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്കല്ല. അപ്പുറത്തെ സുധ വന്നിവിടെ ബഹളം വെച്ചത് നീ കേട്ടോ? അവർ പറഞ്ഞത് മുഴുവൻ എന്നെയാ. നിനക്ക് ആ പെണ്ണിന് ഇഷ്ടമായിരുന്നെങ്കിൽ ആണുങ്ങളെ പോലെ പോയി ചോദിക്കണമായിരുന്നു. അല്ലാണ്ട് തന്നിഷ്ടത്തിന് വിളിച്ചുകൊണ്ട് വരികയല്ല വേണ്ടത്. അവളും തരക്കേടില്ലല്ലോ. അമ്മ എന്നെ പറഞ്ഞാൽ മതി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വിളിച്ചുകൊണ്ട് വന്നത് മാന്യമായി ഞാൻ അവരോട് ചോദിച്ചിരുന്നു അവളെനിക്ക് വിവാഹം ചെയ്തു തരുമോയെന്ന്. ഒരിക്കലും അതുണ്ടാകില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. എങ്കിൽ നീ വേണ്ടെന്ന് വെക്കണമായിരുന്നു, എല്ലാവരെയും കൂടി നാണം കെടുത്താനായിട്ട്. അങ്ങനെ വേണ്ടെന്ന് വെക്കാനല്ലമ്മേ ഞാൻ അവളെ സ്നേഹിച്ചത്. നഷ്ടപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നതും. ചെയ്ത കാര്യം നീ കൂടുതൽ ന്യായീകരിക്കില്ലേ മഹേഷേ? നീ നോക്കിക്കോ, ഇത്രയും നാളും വളർത്തി വലുതാക്കി അമ്മയും അച്ഛനെയും കളഞ്ഞിട്ട് ഇന്നലെ കണ്ട നിന്റെ കൂടെ അവൾ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ നിന്നേക്കാൾ നല്ലൊരുത്തം വന്ന് വിളിച്ചാൽ ആ പെണ്ണ് പോകില്ലെന്ന് ആര് കണ്ടു? ക്രോധത്തോട് ആ സ്ത്രീ പുലമ്പുമ്പോൾ മഹേഷിൻ്റെ കൈ ചുരുണ്ടുകൂടി. മുന്നിൽ നിൽക്കുന്നത് തൻ്റെ അമ്മയായിപ്പോയി എന്നൊരു കാരണത്താൽ അവൻ വന്ന ദേഷ്യത്തെ അടക്കിപ്പിടിച്ചു. മഹേഷേ, മര്യാദയ്ക്ക് നീ ആ പെണ്ണിനെ ഇറക്കി വിട്ടോ. അവൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതെനിക്കൊപ്പായിരിക്കും. പല്ലുഞെരിച്ചുള്ള മഹേഷിൻ്റെ മറുപടിയിൽ അവർ കടിപതറി. ഇനി എന്ത് മിണ്ടണമെന്നറിയാതെ ആ അമ്മ തളർന്നു. സന്ദീപ് ഉൾപ്പെടെ എല്ലാവരും അകത്തെ അമ്മയുടെയും മകൻ്റെയും സംസാരങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. മൂവരും പരസ്പരം നോക്കി. മായയും മീനുവും ചിന്മയ്ക്കരികിലേക്ക് ചെന്നു. ആ കുട്ടിയും ഇതൊക്കെ കേട്ടിട്ടുണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അത് ശരിവയ്ക്കും പോലെയായിരുന്നു അകത്തേക്ക് കയറുമ്പോൾ കണ്ട ചിന്മയുടെ രൂപം. ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ ഷാളുകൊണ്ട് വാപൊത്തി കരയുന്നവളെ കാണെ മീനുവിനും മായയ്ക്കും വേദന തോന്നി. അവർ അവൾക്കടുത്തേക്ക് വന്ന് ഇരുവശത്തും ഇരുന്നു. ചിന്മയ രണ്ടുപേരെയും മുഖമുയർത്തി നോക്കാതെ തന്നെ കണ്ണൊക്കെ തുടച്ചു മാറ്റി. ഇതൊന്നും കേട്ട് കുട്ടി വിഷമിക്കണ്ട. അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാ, എല്ലാം തുറന്നടിച്ച് പറയും. എങ്കിലും ആള് പാവാ. അമ്മയ്ക്ക് മഹേഷേട്ടനെയാണ് നമ്മളെക്കാൾ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഏട്ടൻ്റെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായപ്പം അതിൻ്റെ ദേഷ്യം കൊണ്ട് പറയുന്നതാ. ചിന്മ അതൊന്നും കാര്യമാക്കണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മാറും കേട്ടോ. കണ്ണൊക്കെ തുടച്ചേ. മായ ആ പെണ്ണിൻ്റെ മിഴികൾ ഒപ്പിച്ചേർത്ത് പിടിച്ചു. ചിന്മയ്ക്ക് അതൊരാശ്വാസമായിരുന്നു. ഉള്ളൊന്ന് തണുത്തു. ലാവ ഒരുകിയ അഗ്നിപർവ്വതം ഒന്ന് അണഞ്ഞ പോലെ. പിന്നെയും ഏറെ നേരം ഇരുവരും അവൾക്കരികിൽ തന്നെ ഇരുന്നു. മഹേഷ് ആ നേരമാണ് വലിഞ്ഞു മുറുങ്ങിയ മുഖവുമായി അകത്തേക്ക് വന്നത്. അവനെ കണ്ടുടനെ ചിപ്പിയുടെ മിഴികൾ വീണ്ടും സജലമായി. അവരെ തനിച്ചു വിട്ടുകൊണ്ട് മായയും മീനുവും മുറിചാരി ഇറങ്ങിയ പുറകെ ചിന്മയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹേഷിനരികിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അവനും തിരികെ അവളെ മുറുകെ മുറുകെ പുണർന്നു.